വീക്കെൻഡ് വീക്ക് വാർത്താ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്നും പറന്നുയർന്ന കൊറോണ വൈറസ് ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയ ഈ അവസരത്തിൽ ഓരോ രാജ്യത്തെ ഭരണാധികാരികളും ആരോഗ്യമേഖലയിലെ ഉന്നതരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഭയമല്ല വേണ്ടത്, കരുതലാണ് വേണ്ടത്. അതിവേഗ സഞ്ചാരിയായ ഈ രോഗാണു വിതച്ചു വരുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ സംസ്ഥാനവും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഭയമല്ല വേണ്ടത്, കരുതലാണ് വേണ്ടത്. നശിച്ച കറണ്ട്. എടോ വേലുവാ, ഞാനാടോ, പേടിക്കണ്ട. ഈ കുട്ടിയാണ് എന്താ പറ്റിയത്? നീ ബീഡി ഉണ്ടേ ഒന്ന് കൊണ്ടാ. കുട്ടിയേട്ടന് ഉറക്കത്തെന്തോ കണ്ടു അല്ലേ? കൊല്ലം 3 ഈ ചണ്ടക്കൊടൊക്കെ കേട്ടിട്ട്. അപ്പ ഈ സ്വപ്നമൊക്കെ കാണും. മുമ്പൊക്കെ ഞാൻ ദിവസവും കാണാൻ ഞാനും കാണുന്നുണ്ട്. പക്ഷെ സ്വാമി അതും നേരം വെളുക്കാനായി. കുട്ടിയേട്ടൻ വെറുതെ ബേജാറാണ്ടാന്ന്. അല്ല, ഇന്ന് പെരുമലക്കാവിലെ കൊടിയേറ്റല്ലേ? മീനം 13 ആയോ? ആയി. ആടും നമ്മളെ ചാമി തീച്ചാമുണ്ടി ആടുമ്പോ ചൂട്ടറ്റു വീണ് പൊള്ളലേറ്റത്. ചാമി തീച്ചാമുണ്ടി ആടുമ്പോ മുട്ടിക്കേറാൻ ഒരു വല്ലാത്ത ഉശിര തന്നെ. അതുപോലെ തന്നെ കുഞ്ഞിരാമേട്ടൻ്റെ കോമരും. മൂപ്പരിപ്പ കിടപ്പിലാണല്ലേ?
മുഖം മൂടി കെട്ടുന്ന സൂക്കേട് ഏത് കാലാ മാറി കിട്ടുക? ഇപ്പോഴൊന്നും നോക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പൂച്ച അടുപ്പ് പെറ്റ് തുടങ്ങിയേക്ക് ഇക്കണക്കിന് പൂച്ചേനെ ചുട്ട് തിന്നേണ്ടി വരും. ഞാൻ നുറുക്കണം അമ്മേ പൂള. വേണ്ട മോളെ, ഞാൻ നോക്കിക്കോളൂ. ഈ കൊറോണ വന്നപ്പോൾ രണ്ടാൾക്കും വീടി വലി തന്നെയാ. വെറുതെ ഇരിക്കുമ്പോൾ വേണ്ടാത്തൊരു ചിന്ത. ഞാൻ പോട്ടെ. എപ്പം നോക്കിയാലും രണ്ടാളും ബീഡിയും വലിച്ച് അങ്ങനെ കുത്തിരിക്കും. ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പാച്ചിലേനു. ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. നേരാ, ജീവിച്ചത് പോലും ഉത്സവകാലത്ത് മാത്രമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നത്. ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങിയതല്ലേ ഈ ചെണ്ട കൊട്ടും തീയോ. അടുത്ത ഉത്സവകാലം വരെ കാത്തിരിക്കണേ. കഴിഞ്ഞ ഉത്സവകാലത്തിന്റെ ഓർമ്മ മതി. കൈ നിറയെ പൈസ ഉണ്ടായിരുന്ന കാലം. പൈസേന്റെ കാര്യം പറയാത്താ നല്ലേ. ഗാനമേളക്കാർക്കും മിമിക്രിക്കാർക്കും കൈ നിറയെ പണം. ഇമ്പക്കോ ശരിയാണോ? ദൈവിക രൂപം പോട്ടെ, ഇതൊരു മഹത്തായ കലാരൂപമാണെന്ന് കാണാൻ പോലും ഇന്ന് ആർക്കും മനസ്സില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാട് വീടായാൽ ആശാരി പുറത്തു നിന്ന്? നമ്മളെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. ഏട്ടത്തി പറഞ്ഞത് നേരാണ് ഏട്ടാ. ശരിയാ. കുട്ടനേടെ പോയി മോളെ? കുട്ടേട്ടൻ ചൂണ്ടെടുത്ത് പുഴവക്കത്തേക്ക് പോയിനി. അതാ വരുന്ന. എന്താടോ കുറച്ച് ദിവസമായിട്ട് ഒരു മീൻപിടുത്തം? ഇവിടെ ഇരുന്നിട്ട് വെറുത്തിട്ട് പോകുന്നതാണ് പാപ്പ. അല്ല, നിങ്ങൾ നടക്ക വെറുക്കാനൊന്നും പോയില്ലേ? അത് പറയാത്താ നല്ലേ. അതെന്ത് പറ്റി? ഞാൻ തുള്ളിക്കളിച്ച് അവിടെ എത്തുമ്പോഴേക്കും കുട്ടികൾ അടയ്ക്കുകയും പെറിക്കങ്ങ് പോവും. ഈ സ്കൂളില്ലേലോ. ഈ നശിച്ച സൂക്കട് കൊണ്ട് അങ്ങനെ ഒരു നഷ്ടം. കുട്ടാ, ഇക്കൊല്ലെങ്കിലോ കാവ് അമ്പലമൊക്കെ തുറക്കുവോ? മാറി മാറി വരുന്ന സൂക്കടല്ലേ. ഇപ്പതാ ഒമിക്രോൺ എത്തി. അടുത്ത കൊല്ലം തുറന്നാലായി. അപ്പോഴേക്ക് എല്ലാരും ചത്ത് തീരും. പോയി കൈ കഴുക്. ഞാനൊന്ന് വേഗം കുളിച്ചിട്ട് വരാം. ചായ വാപ്പടൊന്നും ഇല്ല മോളെ? അപ്പ കൊണ്ടുവരാം. നല്ല പൂളയല്ലേ? നമ്മളെ തൊടിയിൽ ഉണ്ടാക്കിയ പൂളയാ. എന്താണോ അനക്ക് വീടി വേണ്ടേ? ഇന്റെ ഒന്നും ഇരിക്കേ. എടീ, നിന്റെ മുണ്ടും ഞാൻ കൊടുത്തോ. വേഷം മാറില്ല, നിങ്ങളിങ്ങോട്ട് പോന്നോളി. ഇഞ്ഞെന്താക്കാടോ ആത്തുന്ന്? ഞാൻ ലേശം പൂള എന്നാ. നിങ്ങളെവിടെയാ പോണത്? നാളെ തിരു വിറകെടുക്കാൻ പോവുക. നിങ്ങൾ ഓലോടൊന്നും ഇത് പറയരുത്. എന്താടോ? മാളവികൻ്റെ അച്ഛനും സാധനം കിട്ടി. കൊറോണ. ആർക്ക്? സ്വാമിക്കോ? ഞാൻ ഉറക്കത്ത് കണ്ടത് ഇതല്ലേ? സ്വാമിയുടെ ഓട്ടോ ഇപ്പോഴും മനസ്സിലുണ്ട്. എനിക്ക് ആകെ പേടിയാവുന്നു.
3 ദിവസമായി. ഞാൻ രാവിലെ തന്നെ മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് പോണതേ അങ്ങോട്ടാ. ഒരു കൈ തളർന്ന മനുഷ്യനല്ലേ. ഭക്ഷണവും വാങ്ങി കൊലായിൽ വെച്ച് ഞാൻ കുറച്ച് മീനും പിടിച്ച് പിന്നെ രാത്രി വരെയുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴത് മാളവി അറിയില്ലേ? ആ നല്ല കഥ. കരച്ചലൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അല്ലടോ ഇമ്പക്കോനെ ഒന്ന് കാണണ്ടേ? അതിന് മൂപ്പരെ പൂട്ടിട്ടായിക്കൂലേ? ഇമ്പക്ക് ജനലിനുള്ളിൽ കൂടി ഒന്ന് കണ്ടൂടെ? ഞാനൊന്ന് ഓനെ വിളിക്കാം. വേലോ, നിങ്ങളോട് കുറ്റം പറഞ്ഞതായിരിക്കില്ലേ? ഞാൻ ഓനോട് പറഞ്ഞു നിങ്ങളോടൊന്നും പറയണ്ടെന്ന്. ഇല്ലടോ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാ. എങ്ങോട്ടാന്നാ പറഞ്ഞ പുറപ്പെട്ട്? ഈ പൊരേന്നെന്തേ പറഞ്ഞോ? ഞാൻ ആശുപത്രി പോകുന്നെന്നാ പറഞ്ഞത്. അതല്ല ഓളെന്നോട് 2 മാസ്ക് ഇട്ട് പോകാൻ പറഞ്ഞത്. മാസ്ക് മേലോട്ടിരുന്നാ പറഞ്ഞത്. അച്ഛാ, സാധനങ്ങളൊക്കെ കൊലയിൽ വെച്ചിട്ടുണ്ടേ. അച്ഛാ, വല്ല എതക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഡോക്ടറെ കാണിക്കാം. ആ, നിങ്ങളെ ചങ്ങായിമാര് വന്നിട്ടുണ്ട് ഇവിടെ. ആരാ? ഏടിയാ? ആ ജനലൊന്ന് തുറന്നു നോക്കി, എന്നാ കാണാം. അനക്ക് എങ്ങനെയുണ്ടോ? നിങ്ങളെ കണ്ടത് നന്നായി. ഇന്നലെ തൊട്ട് കൊട്ടും തെയ്യം കാണാനൊരു പൂതി. നീ വിഷമിക്കല്ലടോ, സുഖായി വന്നാലും ഒന്ന് ചാവാലോ. പറ്റുമെന്ന് തോന്നുന്നില്ലടോ. ഇന്ന് പൊളിച്ച തൊട്ട് മരിച്ചവരെല്ലാം ചുറ്റിൽ നിന്ന് തെയ്യാടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. 33 കോടി ദൈവങ്ങളെ, നിങ്ങളെ സ്വാമീനെ കാത്തോളണേ. ഇതാ ഞാൻ നിങ്ങളോടൊന്നും പറയാത്തെ. പോയിക്കോളി, പോയിക്കോളി. ഹലോ, 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 അച്ഛാ, ഹലോ, 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 അച്ഛാ, ഹലോ, ഹലോ, അച്ഛാ, ഹലോ.
എന്താ മോനെ പറ്റിയത്? എന്താ മോനെ പറ്റിയത്? പറ. എന്താ നിങ്ങൾ കരയുന്നത്? എന്താ നിങ്ങൾ കരയുന്നത്? ഹലോ മെമ്പറേ, അച്ഛന് വേണ്ടി ഒരു തെയ്യം കെട്ടണം. തീരുമാനിച്ചതാ. അച്ഛാ